ബോബി ഫിഷർ ഒരുപാട് നോട്ട്സുകൾ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് ചെസ് ഗെയിംസ് പഠിക്കുകയും അനലൈസും ചെയ്യുന്നത് ഫിഷറിൻ്റെ ഒരു പതിവ് ശൈലിയായിരുന്നു. ഫിഷർ തൻ്റെ നോട്ട്ബുക്കിൽ എടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഗെയിമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് ഗെല്ലറും പാനോയും തമ്മിലാണ്. അപ്പോൾ ഇതൊരു പഴയ നടന്നൊരു ഗെയിമാണ്, ഒരുപാട് പണ്ട് നടന്നൊരു ഗെയിമാണ്. ഇവിടെ ഗെല്ലറാണ് വൈറ്റ് കളിക്കുന്നത്, പാനോ എന്ന് പറഞ്ഞ പ്ലെയറാണ് ബ്ലാക്ക് കളിക്കുന്നത്. നമുക്ക് ആ ഗെയിം ഒന്ന് കണ്ടാലോ. ഗെല്ലർ E4 വെച്ച് കളി തുടങ്ങുന്നു. C5 കളിക്കുന്നു. പാനോ സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3, D6, D4, C takes D4, നൈറ്റ് ടേക്സ് D4, നൈറ്റ് F6, നൈറ്റ് C3, A6. നമ്മുടെ സിസിലിയൻ ഡിഫൻസിൻ്റെ നൈറ്റ് ഔട്ട് വേരിയേഷൻ ആണ്. ബിഷപ്പ് G5, E6, F4. അപ്പോൾ ഇവിടെ ഗെല്ലർ വളരെ അഗ്രസീവ് ആയുള്ള ഒരു പ്ലെയറാണ്. ആദ്യം തന്നെ F4 അങ്ങ് പോയിട്ട് സിസിലിയൻ നൈറ്റ് ഓഫ് വേരിയേഷനുള്ള ബെസ്റ്റ് ഒരു അഗ്രസീവ് റെസ്പോൺസ് ആണ് ഇവിടെ കളിക്കുന്നത് ഗെല്ലർ. ബിഷപ്പ് E7, ക്യൂൻ F3, H6 കളിച്ച് ബിഷപ്പിനെ ഓടിക്കാൻ നോക്കണം. ബിഷപ്പ് തിരികെ മാറുന്നു. ഇവിടെ കുറച്ച് ക്രേസി ആയിട്ടുള്ള, കുറച്ച് അത്ര പോപ്പുലർ അല്ലാത്തൊരു മൂവാണ് ഇവിടെ കളിക്കുന്നത്. പോൺ G5. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തൊരു മിസ്റ്റേക്കാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. കാരണം പോൺ വെച്ച് പോണിനെ വെട്ടിയെടുക്കുമ്പോൾ പോൺ വെച്ച് തിരികെ വെട്ടിയെടുക്കുമ്പോൾ ഒരു പോൺ ഇവിടെ വെറുതെ നഷ്ടപ്പെടുമല്ലേ എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. പക്ഷേ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് ഗെയിമിൽ നടന്ന പോലെ പോൺ വെച്ച് ഈ പോണിനെ വെട്ടുമ്പോൾ ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റ് D7 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഈ രണ്ടാമത്തെ പോണിനെ വെട്ടാൻ പറ്റില്ല. എന്താണ് കാരണം? തിരിച്ച് വെട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ബിഷപ്പ് പോവുകയും ബ്ലാക്ക് ഇവിടെ ഈസിലി ബെറ്റർ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മൂവ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു G5 സാക്രിഫൈസ് വന്നിട്ട് നൈറ്റ് D7 കളിക്കുന്നത്. ഇവിടെ ഗെല്ലർ കളിക്കുന്ന ഒരു മനോഹരമായൊരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ പലരുടെയും ബുക്കിൽ കണ്ട ഒരു പലരുടെയും നോട്ട്സിൽ കണ്ട ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള സാക്രിഫൈസ് ആണ് ഇവിടെ ഗെല്ലർ കളിക്കുന്നത്. നൈറ്റ് ടേക്സ് E6. ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള മൂവാണ്. ഈ നൈറ്റിനെ എടുക്കാതിരിക്കാം, രണ്ട് ലൈൻ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഒരു കമൻസിൽ വന്നൊരു പ്രത്യേക പരാമർശമാണ് കൂടുതൽ ലൈൻസ് അനലൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എല്ലാ ലൈൻസും നമ്മൾ ഇന്ന് പരമാവധി അനലൈസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എന്തൊക്കെ കളിക്കാൻ പറ്റും? ഇവിടെ ഒരു ഉദാഹരണത്തിന് നൈറ്റിനെ എടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇനി നൈറ്റിനെ എടുക്കുകയാണ് ഗെയിമിൽ നടന്നിരിക്കുന്നത്. പക്ഷേ ഇനി നൈറ്റിനെ എടുക്കാതെ ക്യൂൻ B6 ആണ് പോകണമെങ്കിലും ആ ക്യൂവിനെ എങ്ങനെ രക്ഷിക്കാൻ പോയി? ഇവിടുത്തെ പ്രശ്നം എന്താണ്? നൈറ്റ് D5 വന്നിട്ട് ഈ ഒരു ക്യൂവിനെ അങ്ങ് അറ്റാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നൈറ്റ് E6ന് ശേഷം നമ്മൾ കാണുന്ന ലൈന് ക്യൂൻ B6 കളിച്ച് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നൈറ്റ് D5. അപ്പോൾ ഇവിടെയും ബ്ലാക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. ബ്ലാക്ക് ഇവിടെ എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ നോക്കി ഇവിടെ എപ്പോഴും നൈറ്റ് C7 ചെക്ക് വളരെ സ്ട്രോങ് ആണ്. ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു ചെക്കൊക്കെ വെച്ചെന്ന് വെച്ചു, ക്യൂൻ A5 ചെക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു B4 മൂവ് കളിക്കും. അപ്പോൾ ഇവിടെ ക്യൂവിന് പോകാൻ ഒരുപാട് സ്ക്വയർ ഒന്നുമില്ല. ക്യൂൻ A4 ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മൂവിൽ ചെക്ക് മേറ്റ് ഉണ്ട്. നമുക്ക് ആ മൂവ് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. അതെ, നൈറ്റ് D to C7. ഇത് വെറും ഒരു ഫോർക്ക് മാത്രമല്ല, ഈ കിങ്ങിനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അതിന് പകരം ഇതൊരു ചെക്ക് മേറ്റ് ആണ്. രണ്ട് നൈറ്റുകളും കിങ്ങിന് പോകാനുള്ള എല്ലാ പഴുതുകളും അടച്ചുള്ള മനോഹരമായ ഒരു ചെക്ക് മേറ്റിലൂടെ അത് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നൈറ്റ് ടേക്സ് C6ന് ശേഷം ക്യൂൻ വെച്ച് രക്ഷപ്പെടാൻ നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് ബ്ലാക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ നൈറ്റിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു. നൈറ്റിനെ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ക്യൂൻ H5 ചെക്ക്. അപ്പോൾ ഇതാണ് കോമ്പൻസേഷൻ. ബ്ലാക്കിൻ്റെ കിങ് കംപ്ലീറ്റ്ലി എക്സ്പോസ് ആയി. ഓൾറെഡി G5 കളിച്ചപ്പോൾ കിങ് സൈഡ് തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു വീക്ക്നെസ് നൈറ്റ് ടേക്സ് E6 കഴിയുമ്പോൾ ബ്ലാക്കിൻ്റെ കിങ് കംപ്ലീറ്റ്ലി വീക്കായി വരികയാണ്. കിങ് F8. ഓക്കെ, ഒരു സാക്രിഫൈസിന് ശേഷം മറ്റൊരു ബാങ്ങുമായിട്ട് ഗെല്ലർ കളിക്കുന്നത് ബിഷപ്പ് B5. അപ്പോൾ ഈ ബിഷപ്പ് B5ന് ഒറ്റ നോട്ടത്തിലൊരു പ്രത്യേകതയൊന്നുമില്ല. കാരണം ഈ ബിഷപ്പ് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് പെട്ടെന്ന് ആലോചിക്കുക. പക്ഷെ ഗെല്ലറിൻ്റെ ഉദ്ദേശം അടുത്ത മൂലം ക്യാസിൽ ചെയ്തിട്ട്, ക്യാസിൽ മാത്രമല്ല ചെക്കും കൂടെ നൽകാം. അതാണ് ഗെല്ലറിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫ്രീ ആയിട്ട് ആ ബിഷപ്പ് ഇടയിലിരിക്കുമ്പോൾ ക്യാസിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ബിഷപ്പ് B5 കളിച്ച് ആ ഒരു ക്യാസ്ലിങ് ആ ഒരു ഫയലങ്ങ് ഓപ്പൺ ആക്കി കളഞ്ഞത്. ഇവിടെ ഈ ബിഷപ്പിനെ എടുക്കുന്ന ലൈൻ നമ്മൾ കാണും, എടുക്കാത്ത ലൈനും കാണും. ഗെയിമിൽ കളിക്കുന്നത് നൈറ്റ് E5 ആണ്. ഇനി ഈ ഒരു ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യാസ്ലിംഗ് ചെക്ക്. അപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇവിടെ ബ്ലാക്കിൻ്റെ കിങ്ങിന് പോകാൻ തീരെ സ്ക്വയേഴ്സ് ഒന്നുമില്ല. ഒന്നെങ്കിൽ നൈറ്റ് കൊടുക്കേണ്ടി വരും. കിങ് G7 പോയി കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഇവിടെ കിങ് G7 പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് മെയ്റ്റിലോട്ടൊക്കെ പോകും.
അപ്പോൾ അതുകൊണ്ടാണ് ബിഷപ്പ് B5 ശേഷം ബിഷപ്പ് എടുക്കാതെ നൈറ്റ് E5 കളിക്കുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ബിഷപ്പ് G3. അപ്പോൾ ഈ നൈറ്റ് ഒരുപാട് സ്ക്വയറുകൾ ഡിഫെൻഡ് ചെയ്യുന്ന നൈറ്റാണ്. അപ്പോൾ ഈ നൈറ്റിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് വൈറ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ബിഷപ്പ് ടു G5, ബിഷപ്പ് വെച്ചിട്ട് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് തന്നെ പ്ലാൻ പോലെ ഇപ്പോഴും ആ ഒരു ബിഷപ്പിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് വരെ വൈറ്റ് ജസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ആ റൂക്കിനും കൂടെ ഒരു ഓപ്പൺ ഫയലങ്ങ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കിങ് E7. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ ഒരു മൂവിൻ്റെ ആവശ്യമുണ്ടോ? കിങ് E7 എന്തിനാണ് ഇവിടെ കളിക്കുന്നത്? ഭയങ്കര വീക്കനിങ് ആയിട്ടുള്ള മൂവല്ലേ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചില മൂവ്സൊക്കെ കളിച്ചു കഴിഞ്ഞാൽ കിങ് G7 ആണ് കളിക്കണമെങ്കിൽ എന്താണ് പ്രശ്നം? ആദ്യം കളിക്കാൻ പോണത് ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ വെട്ടിയെടുക്കും. ഇതിന് തിരിച്ച് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ഒറ്റ മൂവിൽ ചെക്ക് ഉണ്ട്. എന്താണ്? ക്യൂൺ ടു F7 ചെക്ക് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാസ്ലിംഗ് ചെക്കിന് ശേഷം കിങ് E7 കളിക്കുന്നത്. കിങ് E7 എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക? ഈ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു നൈറ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഷപ്പ് G3 എന്നുള്ള മൂവ് തന്നെ ആദ്യം കളിക്കുന്നത്. ബിഷപ്പ് ടേക്സ് നൈറ്റ്. ബിഷപ്പ് ടേക്സ് നൈറ്റിന് ശേഷം ഈ ബിഷപ്പിനെ എടുക്കാനാണ് ആദ്യത്തെ ചിന്ത വരുന്നത് ഇവിടെ ബ്ലാക്കിന്. പക്ഷേ ബ്ലാക്ക് നേരിട്ട് ആ ബിഷപ്പിനെ എടുക്കുന്നതിന് പകരം ക്യൂൻ B6 ചെക്കാണ് കളിക്കുന്നത്. ഇനി നേരിട്ട് ഇത് എടുക്കുന്നതിന് കുഴപ്പം എന്താണ്? നേരിട്ട് ഇതിനെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പം ക്യൂൻ F7 ചെക്ക്. കിങ് D6 വരുമ്പോൾ ജസ്റ്റ് റൂക്ക് D1 ചെക്ക്. ഇവിടുത്തെ ബ്ലാക്കിൻ്റെ ക്യൂൻ നഷ്ടപ്പെടുന്നതാണ്. വൈറ്റ് ഈസിലി ജയിക്കുന്നതാണ്. അതുകൊണ്ട് തിരിച്ച് വേഗം ആ ബിഷപ്പിനെ എടുക്കുന്നതിന് പകരം ആദ്യം കളിക്കുന്നത് ക്യൂൻ B6 ചെക്കാണ്. കിങ് H1 മാറുന്നു. കിങ് ഇവിടെ വളരെ സേഫാണ്. D ടേക്സ് F5. ഇനിയാണ് ആ ബിഷപ്പിനെ വെട്ടിയിട്ടിരിക്കുന്നത് ബ്ലാക്ക്. വൈറ്റിന് അപ്പോഴും വളരെ സ്ട്രോങ് ആയുള്ളൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. എന്താണ്? ക്യൂൻ F7 ചെക്ക്. കിങ് D6 കളിക്കുമ്പോൾ അടുത്ത റൂക്കിനെ കൂടെ കളിയിലേക്ക് കൊണ്ടുവന്നു റൂക്ക് D1 ചെക്ക്. ക്യൂൺ D4. അപ്പോൾ ഇവിടെ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ബ്ലാക്ക് കിങ്ങിന് പോകാൻ ഒരുപാട് സ്ക്വയറുകളൊന്നുമില്ല. ഒരു പക്ഷേ എന്താണ് കിങ് C5 എടുക്കുമ്പോൾ കഴിഞ്ഞാൽ ഭയങ്കര വീക്കനാവുകയാണ്. ഇവിടെ ഈസിലി ചില മേറ്റിംഗ് ത്രെഡ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ക്യൂൻ F2 ചെക്ക്. ഇവിടെ ഒന്നാമത്തെ ബ്ലാക്കിന് കളിക്കാൻ ഒരു മൂവ് തന്നെ ഇല്ല. ഇവിടെ ഇതൊക്കെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഈ ബിഷപ്പ് തന്നെ ഇടയിൽ വരേണ്ടി വരും. അതിന് ആഫ്റ്റർ ക്യൂൻ ടേക്സ് C3 ഓൺലി മൂവ് കിങ് B4 ആണ്. ഇവിടെ ഒരുപാട് രീതി മേറ്റ് ചെയ്യാൻ പറ്റും. A3 ചെക്ക് കളിച്ച് കഴിഞ്ഞാൽ കിങ് A5 ഒക്കെയാണ് ജസ്റ്റ് B4 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ആ മൂവിലേക്കൊന്നും പോകുന്നില്ല. അതിനു പകരം ക്യൂൺ D4 ആണ് കളിക്കുന്നത്. കാരണം നേരിട്ട് ആ ഒരു മേറ്റ് ഇവിടെ ബ്ലാക്ക് കാണുന്നതുകൊണ്ട് ക്യൂൺ D4 കളിക്കുന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നു. വെറുതെ വൈറ്റ് ക്യൂൻ വെച്ച് റൂക്ക് വെച്ച് ക്യൂവിനെ എടുക്കുന്നു. പോൺ വെച്ചെടുക്കുന്നു. E5 ചെക്ക്. അപ്പോൾ ഈ നൈറ്റിനെ രക്ഷിക്കുമെന്നല്ല വേണ്ട. ഗെല്ലർ അടുത്ത അറ്റാക്കിനായിട്ട് പോൺ E5 ചെക്ക്. ഈ പോണിനെ എടുക്കാതിരിക്കാം. ഒപ്പോണൻ്റ് കളിക്കുന്നത് കിങ് C5 ആണ്. കിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെയും ബ്രില്യൻ കോമ്പിനേഷൻ ഉണ്ട്. ക്യൂൻ C7 ചെക്ക്. നൈറ്റ് C6. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു കണ്ടിന്യൂഷൻ. ബിഷപ്പ് ടേക്ക് C6. ഇവിടെ എന്ത് ചെയ്താലും B ടേക്ക് C6 കളിച്ച് കഴിഞ്ഞാൽ ക്യൂൻ A5 ചെക്ക്. വളരെ ഓൺലി മൂവ് ഇവിടെ കിങ് C4 ആണ്. ഇവിടെ ഒറ്റ മൂവിൽ നമുക്ക് ചെക്ക് മേറ്റ് ഉണ്ട്. നിങ്ങളൊന്ന് എങ്ങനെയാണ് ഇവിടെ ഒറ്റ മൂവിൽ ചെക്ക് മേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കുക. വളരെ ക്യൂട്ടായിട്ടുള്ള പോൺ ടു B3 ചെക്ക് മേറ്റ് ആണ്. എന്തൊരു മനോഹരമായൊരു ഗെയിമാണല്ലേ ഗെല്ലർ എന്നുള്ളത്. നിങ്ങൾക്ക് എത്ര പേര് ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഞാൻ ഇന്നലെ ഒരുപാട് ഗെയിംസുകൾ നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട ഒരു ഗെയിമാണിത്. ഗെല്ലർ നമ്മൾ അത്ര പോപ്പുലറായിട്ട് കാണപ്പെടുന്ന ഒരു പേരല്ല. എന്നാൽ ഫിഷർ വരെ നോട്ട് ചെയ്ത വളരെ പ്രഗത്ഭനായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് കളിച്ചൊരു പ്ലെയറാണ് ഗെല്ലർ. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.